കൂടുതൽ കുട്ടികളെ വേണമെന്നുള്ള എനിക്കാണ് വീട്ടിൽ ഏറ്റവും താല്പര്യം. കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ക്രേസാണ്. പക്ഷേ ഈ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ കാണുമല്ലോ, തമിഴ് സിനിമയിൽ കല്യാണം കഴിക്കുന്നു, പ്രഗ്നന്റ് ആവുന്നു, തൊട്ടടുത്ത സീനിൽ കൊച്ചു വരുന്നു. എന്നത്ര എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒട്ടും എളുപ്പമല്ലായിരുന്നു. ആദ്യത്തെ 3 മാസം വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ളവരെ സ്മരിച്ചു, എല്ലാവരും ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര വ്യവസായമായിരുന്നു. ഞാൻ കുറേ കാലമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ട്രിപ്പിലാണ് ഞാൻ ജീവിച്ചത്. ഇപ്പോൾ ഐ എം ഫൈൻ, ഐ എം ഗെറ്റിംഗ് ബെറ്റർ. ഇപ്പോൾ നല്ലപോലെ കഴിക്കുന്നുണ്ട്. ജസ്റ്റ് ചൂട് മാത്രമാണ് പ്രശ്നം, വേറെ ഒരു കുഴപ്പമില്ല. നല്ലപോലെ കെയർ എടുക്കാറുണ്ട്. എനിക്ക് രാവിലെയും പലപ്പോഴൊക്കെ എനിക്ക് ആപ്പിളൊക്കെ പലതരത്തിലും ഇവൻ അടുക്കളയിലേക്ക് കയറാറില്ല. ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല, വെള്ളം പോലും തിളപ്പിക്കാറില്ല. പക്ഷെ എനിക്ക് വേണ്ടി അവനെല്ലാം ചെയ്തു തുടങ്ങി. വീട് വൃത്തിയാക്കി തുടങ്ങി. വീട് വൃത്തിയാക്കി തുടങ്ങി. അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ പത്ത് വൃത്തിയാക്കണം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണ് എല്ലാം അടുക്കി വൃത്തിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇപ്പം ഇവൻ എല്ലാം ചെയ്തു തുടങ്ങി. രാവിലെ ആപ്പിളൊക്കെ വെട്ടി തരും, എല്ലാം കൊണ്ട് തരും. ബദാമൊക്കെ 2 പീസൊക്കെ എടുത്ത് കഴിക്കുക. നിനക്ക് ഇഷ്ടമുണ്ടെന്ന് അറിയാം, എന്നാലും കഴിക്കുക. കൊച്ചിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു നാടകമായിരിക്കാം പറയും. ബേബി മൂൺ മിക്കവാറും മോൾദത്തിലോട്ട് പോകുമായിരിക്കും മിക്കവാറും. എല്ലാവരും നിങ്ങളെല്ലാവരും വന്നതിന് നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരല്ലല്ലോ? ആണ്, ട്രിവാൻഡ്രത്തുള്ളവരുണ്ട്. ഓക്കെ. ആരെയൊക്കെ എവിടെയൊക്കെ വെച്ച് കണ്ട പോലെ എനിക്ക് അറിയാം. നമ്മൾ എയർപോർട്ട് വെച്ച് കണ്ടു. അല്ലാതെ എനിക്ക് 1-2 പേരുടെ ഫേസ് ഫെമിലിയർ ആയിട്ട് കണ്ട പോലെ ഫീൽ ചെയ്യുന്നത്. കുറച്ച് എറണാകുളത്തുള്ള ആൾക്കാരുണ്ട്. അതെ, ഞാൻ എന്റെ വെഡിങ് ടൈമിലൊക്കെ ആരും കണ്ട പോലെ ഫീൽ ചെയ്യുന്നു. സിന്ധു ആയിരിക്കും കുഞ്ഞിനും പേരിടുന്നത്. അമ്മ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അമ്മ സജഷൻ തരും, നമ്മൾ സെലക്ട് ചെയ്യും. രണ്ടുകൂടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് സർനെയിമും ഒക്കെ വെച്ച് നമ്മളിനെ സെലക്ട് ചെയ്യും. അമ്മ സജഷൻ തരും, നമ്മളായിരിക്കും ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ്. അതെ, നമ്മളാണ് ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ്. അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അച്ഛൻ ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ. ഡൽഹിയിലായിരുന്നു. സുഖം, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. ഇവന്റെ വീട്ടുകാർക്കും സുഖം. അവർക്ക് ഓർഡർ പാക്ക് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ. ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നു എൻ്റെ അമ്മയുടെ. അത്യാവശ്യം സ്ഥലം വരെ പോകും.